എളിയവർക്ക് അറിവു നൽകും വചനമേ നിറയുക എന്നിൽ. ജീവിതത്തിൽ പ്രകാശം പരത്തും വചനമേ നയിക്കുക എന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. അറിവ് നല്ലതാണ്. അറിയുക എന്നതിനെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ബോധവാനായിരിക്കുക എന്നും അർത്ഥമാക്കാവുന്നതാണ്. അറിവിന് ജ്ഞാനം ആവശ്യമാണ്. ആധുനിക ലോകത്തിലെ വിവരസാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഏതൊരു കാര്യവും നിമിഷങ്ങൾക്കുള്ളിൽ അറിയുവാനായിട്ട് കഴിയും. ശാസ്ത്രത്തിലെ അറിവ് വിവിധ മേഖലകളിൽ വളർച്ചയുടെ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വിലപ്പെട്ട അറിവ് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ജ്ഞാനം നൽകുന്നത് ദൈവമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ആർക്കെങ്കിലും ഈ ജ്ഞാനം കുറവാണെന്ന് ബോധ്യമായാൽ ഔദാര്യമായി ജ്ഞാനം നൽകുന്ന ദൈവത്തോട് യാചിക്കണം എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. യാക്കോബ് 1:5. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം തൻ്റെ സൃഷ്ടികളിലൂടെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 19:1, അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 1:19. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയുമല്ലോ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് ഉള്ള വ്യക്തിയാണെങ്കിലും ദൈവിക ഗുണമായ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് 1 കൊരിന്ത്യർ 13:1 പറയുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അറിവ് ഒരു ബന്ധത്തെ കാണിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 4:1 ആദാം തൻ്റെ ഭാര്യയായ ഹവ്വയെ അറിഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷ് വെർഷനിലെ ആഡം ന്യൂ ഈവ് ഹിസ് വൈഫ്, അതായത് മലയാളം തർജ്ജമയിൽ പരിഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന്, ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി നീ ഒരു മകനെ പ്രസവിക്കും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ മറിയ ദൂതനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ലൂക്കോസ് 1:34. ഇതിൽ നിന്നും അറിവ് എന്നത് വ്യക്തിപരമായ പരസ്പര ബന്ധത്തെ കാണിക്കുന്നു എന്ന് വ്യക്തമാണ്. യേശു പ്രകാരം ജനത്തോട് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:32. യേശു കർത്താവ് പിന്നെയും ഇപ്രകാരം പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, എൻ്റെ ആടുകൾ എന്നെയും അറിയുന്നു. ഭക്തകവിയായ ദാവീദ് പറയുന്നത് ഇപ്രകാരമാണ്: യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. കേവലം കേട്ട അറിവല്ല, ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന അറിവ്. ഈ അറിവിലേക്ക് എത്തുമ്പോഴാണ് ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും കൈവരിക്കുവാൻ കഴിയുന്നത്. ദൈവവചനത്തിലൂടെയാണ് ദൈവത്തെ അറിയുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഇഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ വചനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നും ദൈവം ഇച്ഛിക്കുന്നു. 1 തിമോഥെയോസ് 2:4. ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കുമുള്ള രക്ഷാമാർഗം യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കി. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അധികാരവും അവകാശവും ദൈവം നൽകിയിട്ടുണ്ട്. ഈ അറിവ് ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തുന്നവർക്ക് ആത്മരക്ഷ സൗജന്യമായി ലഭിക്കുന്നു. ഒരു സൽപ്രവൃത്തികളും അതിന് ആവശ്യമില്ല എന്ന് ബൈബിൾ വ്യക്തമായ അറിവ് നൽകുന്നു. ദൈവവചനത്തെ അറിയുക എന്ന് വെച്ചാൽ ദൈവത്തെ അറിയുക എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക, അതിനാൽ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും എത്രയോ വലിയതാണ്. ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവവചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു അഥവാ ഭോഷ്കു പറയുന്നവനാകുന്നു എന്ന് 1 യോഹന്നാൻ 2:4 പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിഞ്ഞ സത്യത്തെ മൂടിവെക്കാതെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുവാൻ ദൈവം കൃപ നൽകട്ടെ. ഈ അറിവിലേക്ക് ദൈവം ഓരോരുത്തരെയും ഉയർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവിക ജ്ഞാനത്തിൻ വിലയെന്തെന്നോ, ദൈവിക സ്നേഹത്തിൻ ബലമെന്തെന്നോ, ദൈവിക കരുതലിൻ ആഴമെന്തെന്നോ, ശോധനതൻ ശോഭയെന്തെന്നോ അറിയുന്നുവോ, ഞാൻ അറിയുന്നുവോ.